നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സങ്കടഹാര ചതുർത്ഥി അല്ലെങ്കിൽ സങ്കഷ്ട ചതുർത്ഥി എന്ന ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. ഭഗവാൻ ഗണപതിയുടെ അനുഗ്രഹം നേടാനും ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങാനും ഏറ്റവും ഉത്തമമായ ദിവസമാണിത്. എന്താണ് സങ്കഷ്ട ചതുർത്ഥി എന്നും ഈ വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്നും വ്രതത്തിനിടയിൽ തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് തിങ്കളാഴ്ചയും ചതുർത്ഥിയും ഒന്നിച്ചു വരുന്ന ദിവസമായതുകൊണ്ട് ഈ ദിനം മഹാദേവനും സർവ്വവിഘ്നവിനാശകനായ ഗണപതി ഭഗവാനും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിലെ സകല സങ്കടങ്ങളും തടസ്സങ്ങളും മാറി ഐശ്വര്യം വരാൻ ഈ ദിനത്തിലെ പ്രാർത്ഥനകൾ അത്യുത്തമമാണ്. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ഓരോ മാസത്തിലെയും പൗർണമിക്ക് ശേഷം വരുന്ന കൃഷ്ണപക്ഷ ചതുർത്ഥിയാണ് സങ്കഷ്ട ചതുർത്ഥി. സങ്കഷ്ട എന്ന വാക്കിനർത്ഥം കഷ്ടപ്പാടുകളിൽ നിന്നുള്ള മോചനം എന്നാണ്. ഈ ദിവസം വ്രതമെടുത്ത് ഗണപതിയെ ഭജിച്ചാൽ സർവ്വവിഘ്നങ്ങളും നീങ്ങി ഐശ്വര്യം ലഭിക്കുമെന്നാണ് വിശ്വാസം. വ്രതമെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ എല്ലാ വ്രതങ്ങളും എടുക്കുന്നത് പോലെ തന്നെ അതിരാവിലെ അല്ലെങ്കിൽ സൂര്യോദയത്തിന് മുൻപ് എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക. വീട്ടിലെ ഗണപതി വിഗ്രഹത്തിനോ ചിത്രത്തിനോ വിളക്ക് തെളിയിച്ച് ചുവന്ന പൂക്കളും കറുകപ്പുല്ലും സമർപ്പിക്കുക. അതുപോലെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ആഹാര കാര്യത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളത്. പൂർണ്ണമായിട്ട് ഉപവസിക്കുന്നതാണ് ഉത്തമം. എന്നാൽ നിങ്ങൾക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉള്ളവരാണെങ്കിൽ ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങളോ ഫലങ്ങളോ ഒക്കെ കഴിക്കാവുന്നതാണ്. ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദിവസം മുഴുവനും ഓം ഗം ഗണപതയെ നമ എന്ന മന്ത്രമോ ഗണപതി അഷ്ടോത്തരമോ ജപിക്കാവുന്നതാണ്. ഭഗവാൻ വിഘ്നവിനാശകനാണ്. അതുകൊണ്ട് നമ്മൾ ഈ രീതിയിൽ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിലുള്ള പലതരത്തിലുള്ള തടസ്സങ്ങളും നീങ്ങി നമുക്ക് വിജയം കൈവരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ഇന്ന് തിങ്കളാഴ്ച കൂടിയാണ്. അതുകൊണ്ട് ശിവഭഗവാനും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. ശിവക്ഷേത്രത്തിൽ നമ്മൾ ദർശനം നടത്തി ഈ പറയുന്ന വഴിപാടുകളൊക്കെ കഴിക്കുകയാണെങ്കിൽ സർവ്വ ഐശ്വര്യദായകമാണ്. നമ്മൾ മഹാദേവന് പിൻവിളക്ക് കത്തിക്കുന്നത് ആയുരാരോഗ്യ സൗഖ്യത്തിനും പാപമോചനത്തിനും ഉത്തമമാണ്. അതുപോലെ ശംഖാഭിഷേകം നടത്തുന്നത് സർവ്വദോഷങ്ങളും അകറ്റി കുടുംബത്തിൽ ഐശ്വര്യം നിറയ്ക്കാൻ സഹായിക്കും. ഗണപതി ഭഗവാനാണെങ്കിൽ കറുകമാല ചാർത്തി, ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഭഗവാന് കറുകമാല. അതുകൊണ്ട് ഈ കറുകമാല ഭഗവാന് ചാർത്തുന്നത് വിഘ്നങ്ങൾ മാറാനൊക്കെ ഉത്തമമാണ്. അതുപോലെ ഭഗവാന്റെ മുന്നിൽ നിന്ന് ഭക്തിപൂർവ്വം ഏത്തമിടുന്നത് അഹങ്കാരം നീക്കി ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം ലഭിക്കാൻ സഹായിക്കുന്നു. ഈ വഴിപാടുകൾ നടത്തുന്നതിലൂടെ തൊഴിൽ, വിദ്യാഭ്യാസം, കുടുംബം എന്നിവയിലുള്ള തടസ്സങ്ങളെല്ലാം മാറി സർവ്വ ഐശ്വര്യവും ഉണ്ടാകും. നമ്മളെപ്പോഴും ഭഗവാൻ വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് മറ്റു ദൈവങ്ങളെ കാണാറുള്ളത്. അതിൻ്റെ കാരണം ഇതുതന്നെയാണ്. ഭഗവാൻ എല്ലാ വിഘ്നങ്ങളും നീക്കി നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും തരുന്നു എന്നുള്ളത്. ഇന്ന് പ്രധാനപ്പെട്ട ഈ ഒരു ദിവസത്തിൽ നമ്മൾ ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, വ്രതമെടുത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അതല്ല വ്രതമെടുക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ നമുക്ക് ഭഗവാന്റെ നാമമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടോ അഷ്ടോത്തരം ജപിച്ചുകൊണ്ടോ ഒക്കെ ഇന്നത്തെ ദിവസം ഭഗവാനെ പ്രാർത്ഥിക്കാവുന്നതാണ്. ഇന്നേ ദിവസം സന്ധ്യാസമയം വൈകുന്നേരം കുളിച്ച് ഗണപതിക്ക് ഇഷ്ടപ്പെട്ട മോദകമോ അവലോ ഒക്കെ നിവേദ്യമായിട്ട് സമർപ്പിക്കാം. വ്രതം അവസാനിപ്പിക്കാൻ രാത്രി ചന്ദ്രോദയത്തിന് ശേഷം അല്ലെങ്കിൽ ചന്ദ്രനെ ദർശിച്ചതിന് ശേഷം അല്ലെങ്കിൽ അർഘ്യം അർപ്പിച്ചോ വേണം വ്രതം പൂർത്തിയാക്കാനായിട്ട്. അതിനുശേഷം പ്രസാദം കഴിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. അർഘ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചന്ദ്രനെ വന്ദിക്കുമ്പോൾ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട കർമ്മമാണ്. ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ദേവതയ്ക്കോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട വ്യക്തിക്കോ നൽകുന്ന ആദരപൂർവമായ ജലസമർപ്പണമാണ് അർഘ്യം. സങ്കഷ്ട ചതുർത്ഥി ദിനത്തിൽ ഈ ഒരു അർഘ്യത്തിന് വളരെ വലിയ പ്രാധാന്യമാണുള്ളത്. അർഘ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ചെറിയ കിണ്ടിയിലോ എടുത്ത വെള്ളം അർഘ്യമായിട്ട് നൽകാം. അതിൽ ചന്ദനം, അക്ഷതം എന്നാൽ ഉണക്കലരിയാണ്, ചുവന്ന പൂക്കൾ അല്ലെങ്കിൽ അല്പം പാല് എന്നിവ ഇതിൽ നമ്മൾ ചേർക്കുന്നത് വളരെ ഉത്തമമാണ്. രാത്രി ചന്ദ്രനെ കണ്ടതിന് ശേഷം 2 കൈകൾ കൊണ്ടും പാത്രം ഉയർത്തിപ്പിടിച്ച് ചന്ദ്രൻ്റെ ദിശയിലേക്ക് വെള്ളം സാവധാനം ഒഴിക്കുക. ഈ സമയത്ത് ചന്ദ്രദേവനെയും ഗണപതിയെയും മനസ്സിൽ ധ്യാനിക്കണം. ഇങ്ങനെ ചെയ്യുന്നത് ഭക്തന്റെ ശരീരവും മനസ്സും ശുദ്ധീകരിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. പ്രപഞ്ചത്തിലെ ചൈതന്യത്തിന് നന്ദി പറയുന്ന ഒരു രീതി കൂടിയാണിത്. വ്രതത്തിൻ്റെ പൂർത്തീകരണവും ഇങ്ങനെയാണ് ചെയ്യുന്നത്. സങ്കഷ്ടി വ്രതം പൂർണ്ണമാകുന്നതിന് അല്ലെങ്കിൽ പൂർണ്ണമാക്കുന്നത് ചന്ദ്രന് നമ്മൾ അർഘ്യം നൽകുമ്പോഴാണ്. ഈ സങ്കഷ്ട ചതുർത്ഥി വ്രതം നമ്മൾ ചിട്ടയോടെ എടുത്താൽ ജോലിയിലെ തടസ്സങ്ങൾ മാറും. അതുപോലെ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകും. പരീക്ഷകളിൽ വിജയവും ലഭിക്കും. കടബാധ്യതകളിൽ നിന്നുള്ള മോചനവും ഉണ്ടാകും. ഇനി നമ്മൾ ഈ വ്രതം എടുക്കുമ്പോൾ മനുഷ്യ സഹജമായി വ്രതത്തിനിടയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ തെറ്റുകൾക്ക് നമ്മൾ ഭയപ്പെടേണ്ടതായിട്ടുള്ള ഒരു കാര്യവുമില്ല. പകരം ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി.
ഒന്ന്, നമ്മൾ ക്ഷമാപണം നടത്തുക. ഗണപതിക്ക് മുൻപിൽ വിളക്ക് കൊളുത്തി വെച്ച് മനസ്താപത്തോടെ ക്ഷമ ചോദിക്കാം. ഓം ഗം ഗണപതിയെ നമ എന്ന മന്ത്രം 108 തവണ ഉരുവിടാം. കൂടുതൽ സമയം ജപത്തിൽ നമുക്ക് തുടരാവുന്നതാണ്. വ്രതത്തിൽ പിഴവ് വന്നാൽ അന്നേ ദിവസം ബാക്കി സമയം ഗണപതി മന്ത്രങ്ങൾ ചൊല്ലുന്നതിനായി മാത്രം ചിലവഴിക്കുക. അതുപോലെ ദാനധർമ്മങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ വ്രതപ്പിഴവുകൾക്ക് പരിഹാരമായിട്ട് കരുതപ്പെടുന്നു. അടുത്ത ചതുർത്ഥിയിൽ അല്ലെങ്കിൽ ഈ വ്രതത്തിൽ വലിയ പിഴവ് സംഭവിച്ചു എന്ന് തോന്നുന്നുവെങ്കിൽ അടുത്ത ചതുർത്ഥിയിൽ വളരെ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ഈ വ്രതം അനുഷ്ഠിക്കുമെന്ന് ഉറപ്പുവരുത്തുക. അതിനായി ഭഗവാനോടുള്ള അനുവാദം കൂടി ചോദിക്കാവുന്നതാണ്. ഭഗവാന് നമ്മൾ പൂജ ചെയ്യുമ്പോൾ ചുവന്ന പൂക്കൾ, പ്രത്യേകിച്ച് തെച്ചിപ്പൂവ് അല്ലെങ്കിൽ ചെമ്പരത്തിപ്പൂവ്, കറുകപ്പുല്ല് എന്നിവ സമർപ്പിക്കുന്നത് വളരെ വിശിഷ്ടമാണ്. 9 തവണയോ 108 തവണയോ ഓം ഗം ഗണപതിയെ നമ എന്ന മന്ത്രം ജപിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സങ്കടനാശന ഗണേശ സ്തോത്രവും. വളരെ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ചെയ്യുന്ന ഏതൊരു പ്രാർത്ഥനയും ഗണപതി ഭഗവാൻ സ്വീകരിക്കും. മനസ്സിൻ്റെ ശുദ്ധിക്കാണ് എല്ലാ വ്രതങ്ങളിലും പ്രാധാന്യമുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടുതൽ ആത്മീയ അറിവുകൾക്കായി നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.